ഇന്ന് ഇത്തിരി നേരത്തെയാണ് കാരിസം ക്ലാസ്സിലേക്ക് പോണത്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നത്തെ അസംബ്ലി അനാമയുടെ ക്ലാസ്സുകാരുടേതാണ്. അപ്പോൾ സഭാവാർത്തകൾ വായിക്കണമുണ്ടായിരുന്നു. പുള്ളിക്കാരത്തെയാണ് വായിക്കുന്നത്. അപ്പോൾ കറക്റ്റ് 7:30 അവിടെ എത്തണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ. അതാണ് നേരത്തെ പോയത്. അപ്പോൾ അവരെ പറഞ്ഞു വിട്ടിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ കയറിയത്. ഇന്ന് പ്രത്യേകിച്ച് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും ഉണ്ടാക്കണ്ടായിരുന്നു. കാരണം ഇന്നലത്തെ ചിക്കൻ കറി ഉണ്ടാക്കണമെന്ന് അതൊന്ന് ചൂടാക്കണം, കുറച്ച് വെള്ളയപ്പം ഉണ്ടാക്കണം, അത്രോളെ. വേഗം തന്നെ ചിക്കൻ കറി ചൂടാക്കാൻ വെച്ച് വെള്ളയപ്പം ഉണ്ടാക്കി കുറച്ച് ചായയും ഇട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരുന്നിട്ടാ. അപ്പോൾ 9:30 കുർബാനയ്ക്ക് പോകാനായിട്ടാണ് വിചാരിച്ചത്. രാവിലെ പോകാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ കഴിക്കണതിൻ്റെ ഇടയിൽ കൂടി നോറുടെ വായിലേക്കും വെച്ച് കൊടുക്കണം, ഇല്ലെങ്കിൽ അയാളുടെ കഴിക്കലൊന്നും ഉണ്ടാവില്ല കേട്ടോ. പള്ളിയിലേക്ക് പോയി വന്ന വഴിക്ക് പിള്ളേരെ വിളിച്ചിട്ടാണ് പോകുന്നത്. ഇന്നലെ കറിക്ക് ചിക്കൻ ആയത് കാരണം ഇന്ന് ഇത്തിരി പോർക്ക് വാങ്ങിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ പോർക്കും വാങ്ങിച്ച് കൊണ്ടിട്ട് വന്നപ്പോഴത്തേന് ജെയ്സൺ അതെല്ലാം എനിക്ക് അരിഞ്ഞ് തന്നായിരുന്നു കേട്ടോ. വേഗം തന്നെ പോർക്ക് റെഡിയാക്കാനായിട്ട് വെച്ച്. അപ്പോൾ സവാളയൊക്കെ വഴറ്റി കുറച്ച് മിക്സിയുടെ ജാറിൽ ഞാൻ മസാലയൊക്കെ പൊടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നേ. അതും ഇട്ട് നന്നായിട്ട് മൂപ്പിച്ചപ്പോഴത്തേനും ഞാൻ ഉപ്പും മഞ്ഞപ്പൊടിയും ഗരം മസാലയിട്ട് പോർക്ക് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അതും അതിലേക്ക് ഇട്ട് നല്ലപോലെ പറ്റാനായിട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇന്ന് കറിക്ക് പച്ചക്കറി ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു പപ്പായ ഇരുന്നിട്ടായിരുന്നു വെച്ചത്. അതൊന്ന് പീരൊതുക്കാമെന്ന് വിചാരിച്ച്. ഇതേപോലെ ഗ്രേറ്റ് ചെയ്ത് ഇത്തിരി തേങ്ങയൊക്കെ ഇട്ടിച്ച് കൊടുക്കുകയാണെങ്കിൽ അത് ക്യാബേജ് ആണെന്ന് വിചാരിച്ച് അവർ കഴിച്ചോളും. അത് കാരണം അതേപോലെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോഴത്തേനും ഇറച്ചി വെന്തോന്ന് നോക്കണം മെഷീനെത്തി. ഇവിടെ വീട്ടിലെപ്പം ഇറച്ചി മേടിച്ചാൽ അത് വെന്തോന്ന് നോക്കണം മെഷീനാണ് കേട്ടോ ഇത്. അപ്പോൾ അത് വെന്തോന്നൊക്കെ നോക്കിയിട്ട് പുള്ളിക്കാരൻ പോയേ. അപ്പോഴത്തേക്കും ഞാൻ ചട്ടിയടപ്പത്തോട്ട് വെച്ച് കടുകൊക്കെ പൊട്ടിച്ച് സവാളയൊക്കെ വഴറ്റി അത് പീരൊതുക്കാനായിട്ട് വെച്ചിട്ട് ഒരടപ്പത്ത് ചോറും റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നത്തെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറും എടുത്ത് പോർക്ക് കറിയും എടുത്ത് പപ്പായ പീരൊതുക്കിയതും കൂട്ടി ഞങ്ങൾ ഉച്ചക്കൂണ് കഴിച്ചേട്ടാ. അപ്പം അത്രേ ഉള്ളൂ.